നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുദേവ ദർശനം വർത്തമാനകാലത്തും പ്രസക്തിയേറിയവയാണെന്ന് മന്ത്രി എം ബി രാജേഷ്. നാടെങ്ങും ഗുരുജയന്തി ആഘോഷങ്ങൾ. രാജീവ് ഗാന്ധി 80ാം ജന്മദിനം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. റെയിൽവേ കോളനി മേലേപ്പുറം ശ്രീനാരായണ വായനശാലയ്ക്ക് എ പ്രഭാകരൻ MLA സാന്ത്വന സ്പർശം. പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. കോങ്ങാട് കുളിമുറിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവൻ സമാനതകളില്ലാത്ത സന്യാസി വര്യനാണെന്ന് എം ബി രാജേഷ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. സംഘടനയുണ്ടാക്കുക, ജനങ്ങളെ അണിനിരത്തുക, അനീതികൾക്ക് എതിരെ ചോദ്യമുയർത്തുക, ആ അനീതികളെ മാറ്റാൻ ആഹ്വാനം ചെയ്യുക, ഇതൊക്കെ തന്നെ വിപ്ലവം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിപ്ലവകാരിയായ സന്യാസി എന്ന് ശ്രീനാരായണ ഗുരുവിനെ ധൈര്യപൂർവ്വം വിശേഷിപ്പിക്കുന്നത്. ധൈര്യപൂർവ്വം വിശേഷിപ്പിക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താ? മനുഷ്യരെ മുഴുവൻ ഒന്നായി കണ്ട സന്യാസിയാണ്. മനുഷ്യരെ മുഴുവൻ ഒന്നായിട്ടാണ് കണ്ടത്. അവനിവൻ എന്നറിയുന്നതൊക്കെ അവനിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറഞ്ഞാൽ അവനും ഇവനും തമ്മിലൊന്നും വ്യത്യാസമില്ല എന്നാണ്. ഞാൻ എന്ന് തിരയുന്നതെല്ലാം അതിൻ്റെ എല്ലാം അകംപൊരുൾ ഒന്നാണ് എന്ന് പറഞ്ഞു ശ്രീനാരായണ. മനുഷ്യരെ ഒന്നായിട്ട് ജാതി മതം തുടങ്ങിയ ഇതിന്റെ പേരിൽ മനുഷ്യരെ. ശ്രീനാരായണ ഗുരുദേവൻ സമാനതകളില്ലാത്ത സന്യാസി വര്യനാണെന്നും ഗുരുദേവന് സമം ഗുരുദേവൻ മാത്രമാണെന്നും SNDP യോഗം പാലക്കാട് യൂണിയൻ സംഘടിപ്പിച്ച ചതയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. മനുഷ്യരുടെ ലൗകികമായ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കൂടി തന്റെ ആത്മീയ ജ്ഞാനത്തെ ഉപയോഗിക്കും. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ ചതയ ദിനാഘോഷങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അതിന് ചെലവഴിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ SNDP യോഗം എടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു കെ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി KR ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. മലമ്പുഴ MLA എ പ്രഭാകരൻ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ 10ാം തരം +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. റിട്ടയർഡ് പോലീസ് സർജൻ P ഗുജ്റാളിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ഭാരവാഹികളായ G രവീന്ദ്രൻ, P മുരുകൻ, പത്മാവതി പ്രഭാകരൻ, നിവിൻ ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗം ഡയറക്ടർ B വിശ്വനാഥൻ നന്ദി പറഞ്ഞു. ഓഗസ്റ്റ് 20-ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം സദ്ഭാവന ദിവസ് വെണ്ണക്കര തിരുനെല്ലായി കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തി. ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സന്ദർഭത്തിൽ ഡൽഹി നഗരം കത്തി അമരുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയാണ് എന്ന് കരുതപ്പെട്ടിരുന്ന സിഖ് ജനതയ്ക്കെതിരെ ഡൽഹിയിലുണ്ടായ കലാപം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും, പ്രത്യേകിച്ചും പ്രായമായവരുടെ ശ്രദ്ധയിൽ. നൂറുകണക്കിന് സിഖുകാരാണ്, ബിയാൻ സിംഗും സത്വന്ത് സിംഗ് എന്നും പറയുന്ന 2 പേരാണ് ഇന്ദിരാജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായത് എന്നുള്ളതുകൊണ്ട് സിഖ് സമൂഹത്തിനെതിരെ അതിശക്തമായ കലാപമാണ് ഡൽഹിയിലുണ്ടായത്. ആ കലാപമുണ്ടായ സന്ദർഭത്തിൽ ഈ കലാപം ശമിക്കണമെങ്കിൽ രാജീവ് ഗാന്ധിയെ പോലുള്ളൊരു ജനകീയ പിന്തുണയുള്ള നേതാവ് വരണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം അധികാരത്തിൽ വരികയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡൽഹിയിലെ കലാപത്തിന് അറുതി വരുത്തുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഇരുന്ന് 5 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സുപ്രധാനമായ നിരവധി ജനകീയ പദ്ധതികൾക്ക് തുടക്കം. DCC ജനറൽ സെക്രട്ടറിയും മുൻ PSC അംഗവുമായ P ശിവദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകളിൽ ജ്വലിക്കുന്ന സൂര്യ തേജസ്സായി നിൽക്കുന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 88ാം ജന്മദിനത്തിന്റെ ഉദ്ഘാടനം വെണ്ണക്കര തിരുനെല്ലായി കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ PSC അംഗവുമായ P ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. B&R WF ജില്ലാ ജനറൽ സെക്രട്ടറി M ഹരിദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് SM താഹ,
ഭാരവാഹികളായ VC റാഫേൽ, K ശിവദാസ്, B രാഹുൽ, M വിശ്വനാഥൻ, V വേലു, VA വേലായുധൻ എന്നിവർ സംസാരിച്ചു. റെയിൽവേ കോളനി മേലേപ്പുറം ശ്രീനാരായണ വായനശാലയ്ക്ക് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ കെട്ടിടത്തിന് A പ്രഭാകരൻ MLA തറക്കല്ലിട്ടു. അഗത്യത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് രക്ഷാധികാരി TK അച്യുതൻ, മുൻ അഗത്യത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് D സദാശിവൻ, CPIM അഗത്യത്തറ LC സെക്രട്ടറി വിജയകൃഷ്ണൻ, മഞ്ജു എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി AK രമേഷ് ബാബു സ്വാഗതവും MR പത്മരാജൻ നന്ദിയും പറഞ്ഞു. മേലേപ്പുറം ശ്രീനാരായണ ഗുരു വായനശാല 1958 സ്ഥാപിതമായതാണ്. മേലേപ്പുറം ഗ്രാമത്തിലെ ജനവിഭാഗങ്ങൾക്ക് വെളിച്ചവും വഴികാട്ടിയുമാണ് വായനശാല. വായനശാലയുടെ പ്രവർത്തനം പുതിയ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് വഴിമാറണമെന്ന ചിരകാല സ്വപ്നമാണ് A പ്രഭാകരൻ MLA സാക്ഷാത്കരിച്ചത്. 35 ലക്ഷം രൂപ ചെലവിൽ ഇരുനില കെട്ടിടവും വിശാലമായ ഹാളും വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള സ്റ്റേജുമാണ് നിർമ്മിക്കുക. 2024 ഡിസംബറിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗുരുജയന്തി ദിനത്തിൽ നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ സാക്ഷിയാകാൻ വൻ ജനാവലിയും എത്തി. വീട്ടിലെ കുളിമുറിയിലെ വൈദ്യുതി വയറിൽ നിന്ന് ഷോക്കേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. കോങ്ങാട് ചെറായ വെണ്ണേക്കാട് മുഹമ്മദ് സഹീർ 17 ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 7-ന് കുളിക്കാൻ കയറിയ സഹീറിന്റെ കൈ ടേപ്പ് ഇളകിയ ഭാഗത്തെ വാറിൽ തട്ടിയാണ് ഷോക്കേറ്റത്. കേളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. ബാപ്പ സക്കീർ ഹുസൈൻ, ഉമ്മ ഷാഹിദ, സഹോദരങ്ങൾ സലീം, സഫ്ന, സാഹില. കൃഷ്ണപിള്ള ദിനത്തിൽ റെയിൽവേ കോളനിയിൽ CITU അഗത്യത്തറ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിന് ഒരു കൈത്താങ്ങ്, ചായ കുടിക്കൂ ഭക്ഷണം കഴിക്കൂ, പണം വയനാടിന് ചാലഞ്ച് ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി. ഹേമാംബിക നഗറിലുള്ള മണികണ്ഠന്റെ ചായക്കടയിൽ രാവിലെ 5 മണി മുതലും ഗണേശന്റെ പലഹാര വണ്ടിയിൽ ഉച്ചയ്ക്ക് 2 മണി മുതലുമാണ് ഭക്ഷണ വിതരണം നടത്തിയത്. CITU സംസ്ഥാന കമ്മിറ്റി മെമ്പർ TK അച്യുതൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ KK സുരേഷ് കുമാർ, മലമ്പുഴ ഡിവിഷൻ സെക്രട്ടറി D സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി. CPIM ജില്ലാ സെക്രട്ടറി ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ, CPIM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് എന്നിവർ പങ്കെടുത്തു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരിദാസ്, വിവിധ യൂണിയൻ ഭാരവാഹികളായ M ബാലകൃഷ്ണൻ, B സന്തോഷ്, V ബാലകൃഷ്ണൻ, K ഷൺമുഖൻ, K മുരുകൻ, G ലെനിൻ, M സുന്ദരൻ, S ഉണ്ണികൃഷ്ണൻ, അർജുൻ K, മഞ്ജു, M അബ്ദുൾ ഹമീദ് എന്നിവർ പങ്കെടുത്തു. SNDP യോഗം പാലക്കാട് വെസ്റ്റ് യൂണിയൻ കുടൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു 170-ാം ജയന്തി ഗുരുമന്ദിരത്തിൽ ആഘോഷിച്ചു. സെക്രട്ടറി ചെല്ലപ്പൻ, പ്രസിഡന്റ് വേണു, പഞ്ചായത്ത് അംഗം നടരാജൻ, വനിതാ സംഘം പ്രസിഡന്റ് ധനലക്ഷ്മി, സെക്രട്ടറി രജനി എന്നിവർ സംസാരിച്ചു. ഗുരുപൂജ, പതാക ഉയർത്തൽ, മധുരപലഹാര വിതരണം എന്നിവയും ഗുരുജയന്തിയോടനുബന്ധിച്ച് നടന്നു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80-ാം ജന്മദിനം സദ്ഭാവന ദിനമായി ആഘോഷിച്ചു. എന്നിവ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ച നടത്തി സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലി KPCC സെക്രട്ടറി P ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ C ബാലൻ, കളത്തിൽ കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ സുധാകരൻ പ്ലക്കാട്ട്, പുത്തൂർ രാമകൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ, C നിഖിൽ, നഗരസഭാ അംഗം D ഷജിത് കുമാർ, ഹക്കീം, സഞ്ജയ്, M രമേശ്, പുത്തൂർ മനോജ് എന്നിവർ പ്രസംഗിച്ചു. പലിശയില്ലാത്ത വായ്പകൾ ക്ഷീരകർഷകർക്ക് നൽകുന്ന പദ്ധതി ക്ഷീരവകുപ്പിന്റെ പരിഗണനയിലുണ്ടെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി. വേലന്താവളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പുതുതായി
പുതുതായി പണി പൂർത്തീകരിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായി കണ്ടെത്തിയ 65,000 പേർക്ക് 95% തുക വായ്പകളിൽ പശുക്കളെ നൽകാനുള്ള പദ്ധതി ഈ വർഷവും തുടരും. 4% പലിശ നിരക്കിൽ ക്ഷീരകർഷകർക്ക് വായ്പ അനുവദിക്കുന്നുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഫാം ഉൾപ്പെടെയുള്ള ആശയങ്ങളുമായി ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ മേഖലയ്ക്ക് വലിയ കുതിപ്പുണ്ടാകും. 130 കോടി രൂപ ചെലവിൽ മിൽമ മലപ്പുറത്ത് പണി പൂർത്തീകരിച്ച പാൽപ്പൊടി ഫാക്ടറി അടുത്ത ദിവസം പ്രവർത്തനം തുടങ്ങും. ഇതോടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തുള്ളി അധിക പാൽ പോലും നശിപ്പിക്കേണ്ടി വരില്ല. പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉണ്ടാക്കി വിദേശത്തും വിപണി കണ്ടെത്താനുള്ള സംവിധാനത്തിലേക്ക് മിൽമ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ക്ഷീരമേഖലയെ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിൽ നയം വേണമെന്ന് മന്ത്രി പറഞ്ഞു. പാലുൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കണം. കർഷകനെ രാജ്യസേവകനായി അംഗീകരിക്കുന്ന നയമാണ് ഉണ്ടാവേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരവികസന വകുപ്പിന്റെ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.25 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ പണി പൂർത്തീകരിച്ചത്. വേലന്താവളം ക്ഷീരസംഘം പ്രസിഡന്റ് എം അർജുനൻ, മിൽമ ചെയർമാൻ കെ എസ് മണി, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ ബിന്ദു, വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ബ്രിട്ടോ, ജില്ലാ പഞ്ചായത്ത് അംഗം മാധുരി പത്മനാഭൻ, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരുടെ അഭാവത്തിൽ സ്കൂൾ ശാസ്ത്രമേളയിലെ മുഖ്യ ഇനമായ പ്രവൃത്തി പരിചയമേളകളിലെ ഇനങ്ങളിൽ സാധാരണ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് KSTA വിദഗ്ധ പരിശീലനം നൽകും. ഇതിന്റെ ഭാഗമായി പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു. പറളി BRCയിൽ നടന്ന പരിശീലനം കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം M ഗീത, ജില്ലാ വൈസ് പ്രസിഡന്റ് AM അജിത്, KB ബീന, കെ ശാന്തകുമാരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന CBSE കലോത്സവം നവംബർ 8, 9, 10 തീയതികളിലായി അഹല്യ ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 149 ഐറ്റത്തില് ഏതാണ്ട് 35ഓളം സ്റ്റേജുകളിലാണ് ഇത് നടത്തപ്പെടുക. 7000ഓളം ആളുകളാണ്, കുട്ടികളാണ് ഈ കലാമാമാങ്കത്തിൽ പങ്കെടുക്കുക. വളരെ ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ഈ CBSE കലോത്സവം ഏറ്റവും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി അഹല്യ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ അഹല്യ ക്യാമ്പസിൽ വേണ്ട അറേഞ്ച്മെന്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ കലാവിരുന്ന് നല്ലവണ്ണം ഓർഗനൈസ് ചെയ്ത് ഇതിലെ വിജയികളായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ അവസരമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 7000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ 28 സഹോദയകളിൽ മത്സരിച്ച് 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് സംസ്ഥാന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 149 ഇനങ്ങൾക്കായി 35 സ്റ്റേജുകളാണ് ഒരുക്കുന്നത്. 11 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന കലോത്സവം പാലക്കാട് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ഫാദർ സജിൻ പോൾ, സെക്രട്ടറി ജോജി പോൾ, ലതാ പ്രകാശ്, രജിതൻ, ഷാജി കെ തയ്യിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. പാലക്കാട് ട്രിനിറ്റി ഗോൾഡ് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ലഭിക്കുന്നു അത്യാകർഷകമായ സമ്മാനങ്ങൾ. ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽക്കാഴ്ച 2024. ചിങ്ങം 1 മുതൽ 30 വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം. കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും. ഒപ്പം നിത്യഹരിത ഫെസ്റ്റ്, പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഓണത്തിനൊരുങ്ങൂ പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പാലക്കാട്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റും കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഉബൈദ് ചങ്ങലേരിയുടെ സ്മരണാർത്ഥം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കരിമ്പുഴയിൽ യുവ ജാഗരൺ 2024 സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ വർഷത്തെ ഉബൈദ് ചങ്ങലേരി സ്മാരക പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായ ഫുട്ബോൾ താരം VP സുഹൈൽ, യുവ എഴുത്തുകാരി മുബീന വിളത്തൂർ എന്നിവർക്കുള്ള അവാർഡ് ദാനം മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നിർവഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TA സിദ്ദിഖ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, ഗഫൂർ കൊൽക്കളത്തിൽ, അൻവർ സാദത്ത്, MS അലവി, CP അലവി, CP സലീം, ഹുസൈൻ കോളശ്ശേരി എന്നിവർ സംസാരിച്ചു. യാക്കേക്കര വിശ്വേശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായി ആഘോഷിച്ചു.
വൈജ്ഞാനികമായ ഉത്തരവ്. ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന ശക്തി എന്താണോ ആ ശക്തിയുമായിട്ട് സമ്മേളിച്ചുകൊണ്ട് ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് സാമാന്യനെ നമ്മൾ കാണാറുള്ളത്. മോക്ഷാർത്ഥിയായിട്ട് ലോകത്തിൽ ജീവിക്കുകയും ആ വൈഭവത്തിലേക്ക് എത്തുകയും എന്നുള്ളതായ ആ ചിന്തയോട് കൂടിയിട്ടാണ് മോക്ഷങ്ങളായിരിക്കുന്ന ആൾക്കാർ ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് കാണാം. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അതിനുപരിയായിരിക്കുന്ന ഒരു ഭാവം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്തിൻ്റെതായ അന്നത്തെ അപജയങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്ന അപജയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അസുഖകരമായ ഭാവം ഏത് തരത്തിലാണ് ലോകത്തെ ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അടിമകളെ പോലെ ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്നതായ സന്ദർഭം. പാലക്കാട് ശിവാനന്ദാശ്രമം പ്രസിഡന്റ് സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജ്ഞാനോദയ സഭാ പ്രസിഡന്റ് VG സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ C ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിശേഷാൽ പൂജ, വിശേഷാൽ ഗുരുപൂജ, പായസ വിതരണം എന്നിവയും നടന്നു. CPIM വറോഡ് ലോക്കൽ സെക്രട്ടറി KP രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK ദേവദാസ്, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുനീഷ്, രതീഷ്, മനോജ്, നൌഷാദ്, റിൻസി, സന്ധ്യ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അട്ടപ്പാടി ചുരം റോഡിൽ വൻമരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ ദുരിതത്തിലായി. ഇന്നലെ രാവിലെ 8:30 ചുരത്തിലെ 5-ാം വളവിനു സമീപം റോഡരികിലെ വൻമരം കടപുഴകി റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ശക്തമായ മഴയിൽ മരത്തിന്റെ അടിയിലെ മണ്ണ് നീങ്ങിയാണ് കടപുഴകി വീണത്. റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മരം പൂർണ്ണമായും റോഡിന് കുറുകെ കിടന്നതിനാൽ ചെറുവാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയായി. ചുരത്തിൽ മരം വീണതറിയാതെ മണ്ണാർക്കാട്ട് നിന്നും അട്ടപ്പാടി മേഖലയിൽ നിന്നും ഒട്ടേറെ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും കുടുങ്ങി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട്ട് നിന്ന് അഗ്നിരക്ഷാസേന എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ 10:30 മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്ക് ഇരുവശത്തും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. മഴക്കാലത്ത് ചുരം റോഡിൽ ഏത് സമയത്തും മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തകരാറിലാകുന്ന അവസ്ഥയാണ്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ EM ഷിൻഡോമോൻ, റെസ്ക്യൂ ഓഫീസർമാരായ V സുരേഷ് കുമാർ, K പ്രശാന്ത്, C റിജേഷ്, MS ഷബീർ, ടിജോ തോമസ്, ഫയർമാൻ ട്രെയിനി സുരേഷ് ബാബു, ഡ്രൈവർ B വിജിത്ത്, ഹോം ഗാർഡ് PK അൻസൽ ബാബു, T പ്രദീപ് കുമാർ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പഴയ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുക പതിവാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്നും പഴയ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് പഠനം സുഗമമാക്കാം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സമഗ്ര പോർട്ടലിന്റെ പരിഷ്കരിച്ച രൂപമായ കൈറ്റ് തയ്യാറാക്കിയ സമഗ്ര പ്ലസ് പോർട്ടലിലാണ് SSLC പരീക്ഷകളുടെ മുൻകാല ചോദ്യപേപ്പർ ലഭ്യമാക്കിയത്. 2017 മുതലുള്ള SSLC ചോദ്യങ്ങളും അവയുടെ ഉത്തരസൂചകങ്ങളും ചോദ്യ ബാങ്കിലുണ്ട്. കുട്ടികൾക്കുള്ള പ്രത്യേക പഠനമുറി സംവിധാനവും സമഗ്ര പ്ലസിലെ സവിശേഷതയാണ്. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളെ കൂടി സഹായിക്കുന്ന വിധത്തിലാണ് സമഗ്ര പ്ലസിലെ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. സമഗ്ര പ്ലസ് പോർട്ടലിൽ അധ്യാപകർക്കുള്ള പരിശീലനം ആരംഭിച്ചു. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് 5, 7, 9 ക്ലാസ്സുകളിലേക്കുള്ള ഡിജിറ്റൽ വിഭവങ്ങളാണ് സമഗ്ര പ്ലസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഈ മാസം പരിശീലനം പൂർത്തിയാക്കുന്നത്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പോർട്ടലിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുദേവ ദർശനം വർത്തമാനകാലത്തും പ്രസക്തിയേറിയവയാണെന്ന് മന്ത്രി MB രാജേഷ്. നാടെങ്ങും ഗുരുജയന്തി ആഘോഷങ്ങൾ.
രാജീവ് ഗാന്ധി 80ാം ജന്മദിനം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. റെയിൽവേ കോളനി മേലേപ്പുറം ശ്രീനാരായണ വായനശാലയ്ക്ക് എ. പ്രഭാകരൻ MLA സാന്ത്വന സ്പർശം. പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. കോങ്ങാട് കുളിമുറിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.